ഹലോ, ഗുഡ് മോർണിംഗ്. ക്ലാസിഫിക്കേഷൻ ഓഫ് കോഓപ്പറേറ്റീവ്സ് എന്ന ചാപ്റ്ററിനകത്ത് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ സെക്കൻഡ് ക്ലാസിഫിക്കേഷനാണ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻറ്റു ടു, ഓൺ ദ ബേസ് ഓഫ് ദ സ്ട്രക്ചർ ആൻഡ് അനദർ വൺ ഓൺ ദ ബേസ് ഓഫ് ദ ഫങ്ഷൻസ് ദേ ആർ പെർഫോംഡ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ചെയ്യുന്ന ഫങ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിലും കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു. അതിനകത്ത് സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഓൺ ദ ബേസ് ഓഫ് ദ ഫങ്ഷൻസ് പെർഫോംഡ്. ഫങ്ഷൻ പെർഫോം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. നോക്കാം. ഓൺ ദ ബേസ് ഓഫ് ദ ഫങ്ഷൻ പെർഫോംഡ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു ടു. ഫങ്ഷൻ പെർഫോം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ക്രെഡിറ്റ് സൊസൈറ്റീസ് ആൻഡ് നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ്. ക്രെഡിറ്റ് സൊസൈറ്റി എന്നും നോൺ ക്രെഡിറ്റ് സൊസൈറ്റി എന്നും. സോ ദിസ് ഇസ് ദ ബേസിക് ക്ലാസിഫിക്കേഷൻ. ദെൻ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആർ എഗെയിൻ ഡിവൈഡഡ് ഇൻറ്റു ടു. ക്രെഡിറ്റ് സൊസൈറ്റീസിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആൻഡ് നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആൻഡ് നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്. അതുപോലെ തന്നെ നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആർ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു ടു. നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസിനെ അതുപോലെ തന്നെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആൻഡ് നോൺ അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ്. ഓക്കെ, അപ്പോൾ ഇത് മാറിപ്പോകരുത്, ചെറിയ മാറ്റം മാത്രമേ ഉള്ളൂ. ഓൺ ദ ബേസ് ഓഫ് ഫങ്ഷൻസ് പെർഫോംഡ്, ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ രണ്ടായിട്ട് ബേസിക്കലി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ക്രെഡിറ്റ് സൊസൈറ്റീസ് ആൻഡ് നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ്. ഈ ബേസിക് ക്ലാസിഫിക്കേഷനെ എഗെയിൻ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണ്. ക്രെഡിറ്റ് സൊസൈറ്റീസിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആൻഡ് നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്. നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസിനെ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു ടു, അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആൻഡ് നോൺ അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വരാനുള്ള കാരണം നമുക്കറിയാം. കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ മെയിനായിട്ട് അഗ്രികൾച്ചറൽ സെക്ടേഴ്സിൻ്റെ ബെനിഫിറ്റിനും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ബെനിഫിറ്റിനും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒത്തിരി സൊസൈറ്റികളുണ്ട്. ഇത്തരത്തിലുള്ള സൊസൈറ്റികളെല്ലാം നമ്മൾ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന ഗ്രൂപ്പിൽ പെടുത്തും. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ പർപ്പസിനല്ലാതെ വായ്പകൾ നൽകുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും ഉണ്ട്. അതിനെ നമ്മൾ നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന ഗ്രൂപ്പിലും ഉൾപ്പെടുത്തും. ആ രീതിയിലാണ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സൊസൈറ്റികൾ എന്നുള്ള രീതിയിലും നോൺ അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ട് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സൊസൈറ്റികൾ എന്നുള്ള രീതിയിലുമുള്ള ക്ലാസിഫിക്കേഷനാണിത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് വരുന്ന സൊസൈറ്റികൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസിനകത്ത് വരുന്നതാണ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്, ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക്, സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഇതെല്ലാമാണ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്നുള്ള ക്രൈറ്റീരിയക്കകത്ത് വരുന്നത്. ദെൻ നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്, അഗ്രികൾച്ചറൽ പർപ്പസിനല്ലാതെ മറ്റുള്ള മനുഷ്യരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വായ്പ നൽകുന്ന ബാങ്കുകളാണ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ബേസിക് ലെവലിൽ വരുന്ന ബാങ്കുകളാണ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് ബാങ്ക്സ്, എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഇതെല്ലാമാണ് നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്. ഇത്തരത്തിലുള്ള സൊസൈറ്റികളുടെ ഒന്നും എയിം എന്ന് പറയുന്നത് എന്തല്ല, അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ട് വായ്പ നൽകുക എന്നുള്ളതല്ല. അഗ്രികൾച്ചറൽ പർപ്പസിനല്ലാതെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വായ്പ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകളാണ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകളും ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് ബാങ്കുകളും അതുപോലെ തന്നെ എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുമെല്ലാം. അതുകൊണ്ടാണ് ഇതിനെ നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്നുള്ള ക്രൈറ്റീരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റിക്കകത്ത് വരുന്നതാണ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, പ്രോസസ്സിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ. ഓക്കെ, മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ പ്രോഡക്റ്റുകൾ എഫിഷ്യൻ്റായിട്ട് മാർക്കറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റിയാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, മാർക്കറ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അഗ്രികൾച്ചറൽ പ്രോഡക്റ്റുകൾ എഫിഷ്യൻ്റായിട്ട് മാർക്കറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കുന്ന സൊസൈറ്റികളാണ് മാർക്കറ്റിംഗ് സൊസൈറ്റികൾ. അതുപോലെ തന്നെ പ്രോസസ്സിംഗ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഈ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റുകൾ നമ്മൾ
പ്രൊഡ്യൂസ് ചെയ്തെടുത്തു നിന്ന് നേരിട്ട് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിന് അത് നേരിട്ട് കൺസംഷൻ നടത്താൻ പറ്റില്ല. അതിനെ ചില പ്രോസസ്സിങ് നടത്തേണ്ടി വരും അല്ലേ. ഇപ്പോൾ നമ്മൾ അരി ഉണ്ടാക്കുന്നത് നെല്ലുൽപ്പാദിപ്പിച്ച് അതിൽ നിന്ന് പ്രോസസ്സിങ് നടത്തിയിട്ടാണ് നമ്മൾ അരിയാക്കി മാറ്റുന്നത്. അപ്പോൾ അവിടെ പ്രോസസ്സിങ് നടക്കണം. അത്തരത്തിലുള്ള പ്രോസസ്സിങ് നടക്കുന്ന സൊസൈറ്റികളാണ് എന്തെന്ന് പറയുന്നത്, പ്രോസസ്സിങ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റിക്കകത്താണ് വരുന്നത്. പിന്നീടൊന്ന് വരുന്നത് നോൺ അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, അതുപോലെ തന്നെ ലേബർ കോൺട്രാക്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, ഇതെല്ലാമാണ് നോൺ അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റിക്കകത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ ബേസിക്കലി നമ്മൾ അതിൻ്റെ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തു. സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു, പ്രൈമറി ആൻഡ് സെക്കൻഡറി എന്നുള്ളതായിരുന്നു. ഓക്കെ, പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് വില്ലേജ് ലെവലിൽ വരുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. സെക്കൻഡറി എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവലിലും വരുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികളായിരുന്നു. ആ രീതിയിൽ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. പിന്നീട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു, ഓൺ ദ ബേസ് ഓഫ് ഫങ്ഷൻ പെർഫോംഡ്, ഫങ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി എന്നും ക്രെഡിറ്റ് സൊസൈറ്റി എന്നും നോൺ ക്രെഡിറ്റ് സൊസൈറ്റി എന്നും രണ്ടായിട്ട് ആദ്യം ക്ലാസിഫൈ ചെയ്തു. പിന്നീട് അതിനെ അഗെയിൻ നമ്മൾ ഡിവൈഡ് ചെയ്തു, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി, നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. ദെൻ നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസിനെ അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റി എന്നും നോൺ അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റി എന്നുമുള്ള ക്ലാസിഫിക്കേഷൻ നടത്തി. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള സാധ്യത വളരെ അധികമാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചൊന്ന് നോക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.